എത്ര പ്രായമായാലും മുടി നരയ്ക്കത്തില്ല. നരച്ച മുടീനെ കറുപ്പിക്കാനും അതുപോലെ മുടി ആർത്ത് കിളുക്കാനും തലമുടിക്ക് തലയ്ക്ക് നല്ല തണുപ്പ് നൽകാനും നല്ല ഉറക്കം കിട്ടാനും ഒക്കെ പറ്റിയ അടിപൊളിയൊരു ടിപ്പുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. കുട്ടികൾക്കും മുതിർന്നവർക്കും ആർക്കും പ്രായഭേദമന്യേ എല്ലാവർക്കും ഉപയോഗിക്കാവുന്ന അടിപൊളി കിടക്കാച്ചി സൂത്രമാണ്. ഈ ഒരു കളർ കണ്ടിട്ട് നിങ്ങൾ ഞെട്ടേണ്ട. ഈ കളർ നമ്മുടെ നരച്ച മുടിയിൽ പിടിക്കുമെന്ന് ഉറപ്പാണ്. വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് മാത്രം നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നത്. കെമിക്കലൊന്നും മേടിച്ചടിക്കാതെ വീട്ടിൽ ഇങ്ങനെ നമുക്ക് ചെയ്യുവാണെങ്കിൽ നമ്മുടെ മുടി നല്ല സംരക്ഷിക്കാനും മുടി ആർത്ത് കിളുക്കാനും എത്ര നരച്ച മുടി ഉണ്ടെങ്കിലും കട്ട കറുപ്പാക്കാനും സഹായിക്കുന്നതാണ്. നാച്ചുറലായിട്ടുള്ളതായത് കാരണം യാതൊരു അലർജിയോ കാര്യങ്ങളോ ഒന്നുമില്ല. അങ്ങനെ അലർജി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർ ടെസ്റ്റ് ചെയ്ത് നോക്കിയതിന് ശേഷം മാത്രം തലയിലേക്ക് അപ്ലൈ ചെയ്താൽ മതി കേട്ടോ. ഇത് നാച്ചുറലായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടതാണ്. ഞാൻ എൻ്റെ തലയിൽ ഉപയോഗിക്കുന്നതാണ്, വീട്ടിലെ കേക്കും ഒക്കെ ഉപയോഗിക്കുന്ന ഇതാണ്. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് കണ്ടു നോക്കാം. ഹലോ ഫ്രണ്ട്സ്, കേക്ക് ആൻഡ് കേക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം വേണ്ടത് ഇതുപോലെ കുറച്ച് സാധനങ്ങളാണ്. നമ്മുടെ വീട്ടുമുറ്റത്ത് ഒരുപാട് കാര്യങ്ങളാണ്. നമ്മൾ ഈ നാച്ചുറലായിട്ട് നമ്മുടെ വീടിൻ്റെ പരിസരങ്ങളിൽ തന്നെ പല പല ഇലകൾ, ഔഷധ ഗുണങ്ങളുള്ള ഇല ഒക്കെ കാണും അല്ലേ. അതാരും വേണ്ടെന്ന് വെച്ചിട്ടാണ് കെമിക്കലൊക്കെ മേടിച്ച് തലയിലടിക്കുന്നത്. എല്ലാവർക്കും കഷ്ടപ്പെടാൻ ഇച്ചിരി പ്രയാസം ഉള്ളത് കൊണ്ടാണ് കെമിക്കൽ മേടിച്ച് തലയിലടിക്കുന്നത്. പക്ഷെ നമ്മുടെ വീട്ടുമുറ്റത്തുള്ള സാധനങ്ങൾ മാത്രം മതി കേട്ടോ. അതിനായിട്ട് ഞാൻ ഇവിടെ കുറച്ച് ഒരു പിടി പനിക്കൂർക്കലയാണ്, പിന്നെ ഒരു 5-6 ചെമ്പരത്തി പൂവാണ് കേട്ടോ. ഇത് രണ്ടും കൂടെ നല്ലപോലെ ഒന്ന് കഴുകിയെടുത്തതിന് ശേഷം ഒരു അര ഗ്ലാസ് വെള്ളം ഒരു ബൗളിലേക്ക് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് അതിനകത്തോട്ട് ഇലയും ഇട്ട് അതുപോലെ നമ്മുടെ പൂവും കൂടി ഇട്ടതിന് ശേഷം ഞെവിടി എടുക്കുക. കൈ കൊണ്ടോ ഒന്ന് ഞെവിടി കൊടുക്കുക. ഇപ്പം ഞാൻ ആ ഇല മുള്ളും ഇട്ടിട്ടുണ്ട് കേട്ടോ. കാര്യം നമ്മുടെ മുടിക്ക് നാച്ചുറലായിട്ടൊരു കളർ നൽകാൻ സഹായിക്കുന്നതാണ് നമ്മുടെ പനിക്കൂർക്കല. അതുപോലെ തന്നെ ചെമ്പരത്തി പൂവ്. ഈ ചെമ്പരത്തി പൂവ് നമ്മുടെ മുടി നല്ല കിളുക്കാനും ആർത്ത് കിളുക്കാൻ നല്ല സിൽക്കി ആയിട്ട് കിടക്കാനും ഒക്കെ വളരെ നല്ലതാണ്. മുടിക്കൊക്കെ വളരെ നല്ലതാണ് പനിക്കൂർക്കലയും ചെമ്പരത്തി പൂവും. അതെല്ലാവർക്കും അറിയാമെന്നായിരിക്കും. അപ്പോൾ ഈ ചെമ്പരത്തി പൂവിൻ്റെ അകത്ത് പൂമ്പൊടി ഉണ്ടല്ലോ, അത് കളഞ്ഞതിന് ശേഷം ഇതിലേക്ക് അടത്തിയിട്ട് കൊടുക്കുക. ഞാൻ ഇങ്ങനെ തന്നെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഞെവിടി ഇട്ടിട്ട് ഒരു ഗ്ലാസ് വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ ഈ ഹെയർ ഡേ തയ്യാറാക്കുമ്പം ഇത് നമുക്ക് ഈ ഒരു വെള്ളം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഈ ജലദോഷം അങ്ങനെ തണുപ്പൊന്നും പറ്റാത്ത ആൾക്കാർ കാണുമല്ലേ ഡേ ചെയ്യുമ്പോൾ, അവർക്ക് ചിലർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട്, ശ്വാസം പിന്നെ പനി എന്തെങ്കിലുമൊക്കെ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ് നമ്മളിവിടെ ഈ പനിക്കൂർക്കലയും കൂടെ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. നല്ലപോലെ തിളപ്പിക്കുമ്പോൾ ഇത് നല്ല തിളച്ച് ഇതിൻ്റെ സത്ത് ഫുള്ളും ആ വെള്ളത്തിൽ ഇറങ്ങണം. അപ്പോൾ ഇത് നിങ്ങൾക്ക് ആ വെള്ളം കാണുമ്പോൾ ഈ ഒരു കളറിലാണ് നമുക്കത് കിട്ടുന്നത് കേട്ടോ. അത് നല്ലപോലെ ഫ്ലെയിമൊക്കെ കുറച്ചിട്ട് നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് ഇതിൻ്റെ സത്ത് ഫുള്ള് ഇറങ്ങുന്നുണ്ട് പറ്റുന്ന വേവിച്ച് ഫുള്ളും നല്ല അലിയിപ്പിച്ചെടുക്കണം. അതിനുശേഷം നമുക്കിവിടെ വേണ്ടത് അത് അവിടെ നിന്ന് തിളക്കട്ടെ. എന്നിട്ട് നമുക്ക് ആദ്യം ഒരു മിക്സ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പൊടികൾ എടുക്കണം. അതിനായിട്ട് ഞാൻ ഇപ്പോൾ ഇരുമ്പ് ചട്ടിയാണ് എടുക്കുന്നത്. ഈ ഇരുമ്പ് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുന്ന മൈലാഞ്ചി ഇലയാണ് കേട്ടോ. ഈ മൈലാഞ്ചി ഇലയും കൂടെ ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ നമുക്ക് ആ ഒരു വെള്ളത്തിൻ്റെ മിക്സ്, പനിക്കൂർക്കയുടെ മിക്സ് നമുക്ക് ചൂടോടുകൂടി വേണം ഇതിൻ്റെ തൊഴിച്ച് കൊടുക്കണം. അതുകൊണ്ടാണ് ഈ മിക്സ് ഞാൻ ആദ്യം എടുക്കുന്നത്. അതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ 1.5 ടീസ്പൂൺ അളവിൽ ഞാൻ എടുത്തിട്ടുണ്ട്. മൈലാഞ്ചിപ്പൊടി എടുത്തിട്ടുണ്ട്. മൈലാഞ്ചി അരച്ചുണ്ടെങ്കിൽ അതെടുത്തോളൂ. പിന്നെ ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് 1 ടീസ്പൂൺ അളവിൽ നമ്മുടെ നെല്ലിക്കാപ്പൊടിയാണ്. കാര്യം ഈ നെല്ലിക്കാപ്പൊടി നമ്മുടെ സാധാരണ മൈലാഞ്ചി ഇടുമ്പോൾ ചിലർക്ക് ചുമന്നാണ് മുടിയിൽ പിടിക്കാറ്, നരച്ച മുടി ചുമന്ന് പിടിക്കാറുണ്ട്. പക്ഷേങ്കിൽ നമ്മൾ ഈ ചെയ്യുന്ന നമ്മുടെ നെല്ലിക്കാപ്പൊടിയും കൂടെ ചേർക്കുമ്പോൾ നമ്മുടെ ആ മുടി ചുമന്ന് പോകാതെ അത് ഡാർക്ക് ഷെയ്ഡ് ബ്ലാക്ക് കളറിലേക്ക് മാറ്റാൻ സഹായിക്കുന്നതാണ് നെല്ലിക്കാപ്പൊടി. അതുകൊണ്ടാണ് നമ്മൾ നെല്ലിക്കാപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിനായിട്ട് മെയിനായിട്ടൊരു സൂത്രം കൂടെ നിങ്ങൾ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ അടിപൊളി റിസൾട്ട് കിട്ടും. അത് ഒറ്റ യൂസിൽ തന്നെ നമ്മുടെ നരച്ച മുടീനെ ഡാർക്ക് ഷെയ്ഡിലേക്ക് ഒരു കറുപ്പ് കളറിലേക്ക് കൊണ്ടുവരാൻ സഹായിക്കും ഈ നെല്ലിക്കാപ്പൊടി. അതുപോലെ തന്നെ നമ്മുടെ കടുക് വറുത്ത് പൊടിച്ചെടുത്ത കടുക് പിന്നെ ഇത് കത്തിച്ച് കരിച്ചെടുക്കുന്നതാണ് കടുക്. അതിനകത്ത് പൊടിച്ച് മിക്സ് ചെയ്ത് നമ്മളൊരു പാത്രത്തിൽ അടച്ച് വെച്ചാൽ മതി. അതിൽ നിന്ന് 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. ഇതൊന്നും നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ നിങ്ങൾ നമുക്ക് ചിരട്ടക്കരി കാണുമല്ലോ, അതിൻ്റെ പൊടി ഉണ്ടെങ്കിൽ മതി കേട്ടോ. അതും 1 ടീസ്പൂൺ. ഇതെല്ലാം ഒരേ അളവിൽ തന്നെയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിനിടയ്ക്ക് നമ്മുടെ ആ വെള്ളം തിളച്ചതിൻ്റെ അകത്തുനിന്ന് നമ്മൾ അതൊന്നും എടുത്ത് മാറ്റേണ്ടതായിട്ടുണ്ട്. അതായത് നമ്മുടെ ആ മിക്സ് തയ്യാറാക്കാൻ വെച്ചിരിക്കുന്ന പനിക്കൂർക്കലയും ചെമ്പരത്തിയുടെ ഒരു മിക്സ് ഉണ്ടല്ലോ, അതെല്ലാം ഒന്ന് ആദ്യം വേസ്റ്റ് എല്ലാം ഒന്ന് എടുത്ത് മാറ്റണം. പിന്നെ ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്ന 1 ടീസ്പൂൺ അളവിൽ തേയിലപ്പൊടിയാണ് കേട്ടോ. ഈ തേയിലപ്പൊടിയും കൂടെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. നല്ലപോലെ തിളപ്പിച്ചിട്ട് 1 ഗ്ലാസ് വെള്ളം 1/2 ഗ്ലാസ് വെള്ളമാക്കിയിട്ട് എടുക്കണം. എന്നിട്ട് നല്ലപോലെ അത് ആ ഒരു വെള്ളം ഒന്ന് അരിച്ചെടുത്ത് ചൂടോടുകൂടി നമ്മളിവിടെ എടുത്ത് വെച്ചിരിക്കുന്ന പൊടിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്ന നമ്മുടെ ഫാമിലിയിലേക്ക് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. പിന്നെ ബെൽ ബട്ടൺ ഇപ്പോൾ ചെയ്ത് വെച്ചേക്കണേ, എന്നാലും ഞാൻ ഇടുന്ന വീഡിയോസിന് എല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ കേട്ടോ. അതുപോലെ തന്നെ ഹൈപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷൻ വന്നിട്ടുണ്ട്, അതുകൂടെ ഒന്ന് പ്രസ്
ചെയ്യാൻ മറക്കരുത്. ഇപ്പം നമ്മുടെ മിക്സ് ഇവിടെ റെഡിയായി കണ്ടില്ലേ, ഇത്രയും വെള്ളമാക്കിയത്. അപ്പോൾ ഇതിൻ്റെ ഒരു കളർ കണ്ടില്ലേ, നമ്മുടെ ചെമ്പരത്തിയുടെയും അതുപോലെ തന്നെ പനിക്കൂർക്കലയുടെയും നമ്മുടെ തേയിലപ്പൊടിയുടെയും ഒക്കെ ഒരു കളർ ഫുള്ളും ഇതിനകത്തുണ്ട് കേട്ടോ. അപ്പോൾ മുടിക്ക് ഏറ്റവും നല്ല. ഇപ്പം നിങ്ങൾക്കിങ്ങനെ ഈ ഇത് മിക്സ് ചെയ്ത് ഹെഡായി ഇപ്പം ചെയ്യാൻ മടിയുള്ളവർ ഇതൊന്നും സ്പ്രേ ബോട്ടിലേക്ക് ആക്കിയിട്ട് സ്പ്രേ ചെയ്ത് വിട്ടാലും കുളിക്കുന്നതിന് മുമ്പ് തലയിലേക്ക് ചെയ്തതിന് ശേഷം കുളിച്ചാലും മുടിക്ക് നല്ലതാണ്. നരച്ച മുടി ഉണ്ടാകത്തില്ല, കിളുക്കുന്ന മുടി പോലും കറുപ്പായിട്ട് തന്നെ വളരെ സഹായിക്കും. ഇപ്പം ഞാൻ ആ ഹെന്ന മിക്സിലേക്ക് ഇതൊന്ന് ഒഴിച്ചു കൊടുത്ത് നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ബാക്കി വന്ന ആരുമേ വെള്ളമുണ്ടല്ലോ അത് ഞാൻ ഫ്രിഡ്ജിലേക്ക് സൂക്ഷിച്ച് നമുക്ക് ഒരാഴ്ച 2 ആഴ്ച അത് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. ഇത് നിങ്ങൾ മാസത്തിൽ 1 മാത്രം തലയിലേക്ക് ചെയ്താൽ മതി കേട്ടോ. അടിപൊളി റിസൾട്ടാണ്. എന്തോരം നരച്ച മുടിയാണെങ്കിൽ പോലും ഒരു ഡാർക്ക് ഷെയ്ഡിലേക്ക് കൊണ്ടുവരും. പിന്നെ നമ്മുടെ നാച്ചുറൽ ആയത് കാരണം നമുക്ക് കെമിക്കൽ മേടിച്ചടിക്കുന്ന പോലെ ഒറ്റ യൂസിൽ റിസൾട്ട് കിട്ടില്ല. കാര്യം ഒറ്റ യൂസിൽ ആ ഒരു കറുപ്പ് കിട്ടത്തില്ല. ഇരിക്കെയാണ് നമ്മുടെ മുടിയിലേക്ക് ഈ കളറ് പിടിച്ച് വരുന്നത്, നാച്ചുറലായിട്ട് പിടിച്ച് വരുന്നത്. അതും കൂടെ എല്ലാവരും ശ്രദ്ധിക്കണേ. എന്നിട്ട് ഞാൻ ബാക്കി വന്ന വെള്ളത്തിന് ഫ്രിഡ്ജിലേക്ക് എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എന്നിട്ട് ഞാൻ കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ചിട്ട് നമുക്ക് ഒരു ഓവർനൈറ്റ് ഫുള്ള് രാത്രി വെച്ചിട്ട് രാവിലെയാണ് എൻ്റെ മുടിയിലേക്ക് അപ്ലൈ ചെയ്യുന്നത്. വീട്ടമ്മമാരൊക്കെ ആണെങ്കിൽ രാവിലെ നിങ്ങൾ തലയിലേക്ക് അപ്ലൈ ചെയ്തിട്ട് കുളിക്കുമ്പോൾ കഴുകി കളഞ്ഞാൽ മതി. ഇപ്പം പുരുഷന്മാർക്കൊക്കെ ആണെങ്കിൽ അവർ പിന്നെ ജോലിക്കാരൊക്കെ ആണെങ്കിൽ വൈകുന്നേരം വീട്ടിൽ വരുവാണെങ്കിൽ ഇത് നിങ്ങൾ രാവിലെ വീട്ടിൽ തയ്യാറാക്കി വെക്കുക. വൈകിട്ട് അവർ വരുമ്പോൾ അവർ തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അവർ കിടക്കുന്നതിന് മുമ്പ് കഴുകിയിട്ട് കിടന്നാൽ മതി കേട്ടോ. അപ്പോൾ അങ്ങനെ കുട്ടികൾക്കൊക്കെ ഇപ്പോഴത്തെ കുട്ടികളുടെ തലമുടിയൊക്കെ നരച്ചിട്ട് തന്നെയാണ് വരുന്നത് കേട്ടോ. ഒത്തിരി മുടി നരച്ച ഒരു വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട്. മുടി നരച്ച കുട്ടിയുടെയൊക്കെ കാണിച്ച് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അവർക്കും എല്ലാം വളരെ നല്ലതാണ്. മാസത്തിൽ 1 മാത്രം എന്നെ ചെയ്താൽ മതി. ഇത് മാസത്തിൽ 1 ചെയ്താൽ മതി. കണ്ടില്ലേ, പിറ്റേ ദിവസം രാവിലെ ഞാൻ എൻ്റെ തലയിലേക്കാണ് അപ്ലൈ ചെയ്യുന്നത്. എടുത്ത് നോക്കിയപ്പം ഈ ഒരു കളർ കണ്ടില്ല. ഈ ഒരു കളർ നമ്മുടെ മുടിയിൽ പിടിക്കുമെന്ന് ഉറപ്പുണ്ട്. ചെമ്പിച്ച് കിടക്കത്തില്ല, ചെമ്പിക്കത്തുമില്ല, ചുമക്കത്തുമില്ല. പകരം ഒരു ഡാർക്ക് കളറാണ് നമ്മുടെ ആ നരച്ച മുടിക്ക് വരുന്നത്. അപ്പോൾ എൻ്റെ മുടിയിലേക്ക് ഞാൻ ഇത് നേരത്തെ അപ്ലൈ ചെയ്തതാണ്. അതാണ് എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയത് കൊണ്ട് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയതേ ഉള്ളൂ. അപ്പോൾ എൻ്റെ മുടിയിൽ ഇപ്പം രണ്ടാമത് ഞാൻ ഇപ്പം ഒന്നുകൂടി ഇട്ട് കാണിക്കുന്നതാണ്. അപ്പം എൻ്റെ മുടിക്ക് നല്ല ഈ നെറ്റിയുടെ ഭാഗമെല്ലാം ഒരുമാതിരി ചെറിയ നരകളൊക്കെ ഉണ്ടായിരുന്നു. ഔട്ട് സൈഡിലെല്ലാം ചെറിയ നരകളുണ്ടായിരുന്നു. അപ്പോൾ വീഡിയോ കാണാൻ പറ്റുന്നത് ഞാൻ നേരത്തെ ചെയ്ത് വെച്ചിരുന്ന കാരണമാണ്. അപ്പോൾ അതിനകത്ത് ഒന്നുകൂടെ ഞാൻ അപ്ലൈ ചെയ്ത് കാണിക്കാം. മുടി ഫുള്ള് നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. യാതൊരു അലർജിയോ കാര്യങ്ങളോ സൈഡ് എഫക്റ്റ് ഒന്നുമില്ല. കാര്യം നെല്ലിക്കാപ്പൊടി ഔഷധ ഗുണമുള്ളതാണ്. അതുപോലെ തന്നെ നമ്മുടെ മൈലാഞ്ചിപ്പൊടി, നമ്മുടെ ഈ ചെയ്ത വെള്ളം മിക്സ്, ഇതെല്ലാം വളരെ നല്ലതാണ്. നമ്മുടെ മുടിക്ക് ശരീരത്തിന് നല്ലതാണ്. കെമിക്കലൊന്നും മേടിച്ച് പല അസുഖങ്ങളൊന്നും ആക്കി വെക്കേണ്ട കാര്യമില്ല. ഇച്ചിരി കഷ്ടപ്പെടുവാണെങ്കിൽ നമുക്ക് നല്ല ഒരു റിസൾട്ട് കിട്ടും കേട്ടോ. കുറച്ച് നമ്മൾ നാച്ചുറൽ ആയതുകൊണ്ട് കുറച്ച് നാൾ നമ്മളിങ്ങനെ യൂസ് ചെയ്യുവാണെങ്കിൽ മുടിക്കൊക്കെ നല്ലൊരു ഡാർക്ക് ഷെയ്ഡിലേക്ക് വരാൻ, നരച്ച മുടി വരാൻ സഹായിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക. എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ടിപ്പുകളോട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.